ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നേക്ക് വന്നിരിക്കുന്നത് കുറച്ച് മൈദാമാവും പിന്നെ പൊരികടലയുണ്ടല്ലോ, അത് ഫ്രഷായി പൊടിച്ചിട്ട് ആ കടലമാവാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വല്യുള്ളി അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ, അതെന്തായാലും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ കുറച്ചായി വെള്ളം തെളിച്ച് കൊടുത്ത് അതിന് നമ്മൾ കൈ കൊണ്ട് നന്നായി പിനഞ്ഞെടുക്കണം കേട്ടോ. ഇതൊരു 3 ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം നിറച്ച് നമുക്ക് ഈ പക്കോട ഉണ്ടല്ലോ, പക്കോട പറഞ്ഞാൽ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ചെയ്യുന്ന മാതിരിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. തനിയായിട്ട് എടുക്കും. എന്നിട്ട് ഇത് നമ്മൾ എണ്ണയിലിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ പള്ളിയിലത്തെ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിക്ക് വന്നിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി. കൈ കൊണ്ട് ഉതിരിമാരി വിട്ട് പറഞ്ഞാൽ നന്നായി ഒന്നോടൊന്ന് ഒട്ടാണ്ട് അങ്ങനെ വന്നാളില്ല. ഒരു പാത്രം നിറച്ച് കുറച്ചല്ലേ മാവിട്ടുള്ളൂ. ഉള്ളി മാത്രം വലിയ സവാളയാണെങ്കിൽ 2 ഇട്ട് കൊടുത്തോളൂ, ചെറുതാണെങ്കിൽ 3 ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇട്ടിട്ട് ഒരു തട്ട് നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് അതിൽ എന്തൊക്കെ പൊടി ഇടുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതിൽ വെറും പൊട്ടുകടലേൻ്റെ പൊടിയും ലേശം മൈദാമാവും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് ഓയിലിൽ പൊരിച്ചെടുത്താണ്, വേറെ ഒന്നും ഇതിലിട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ, അസ്സലാമു.